ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്റ്റുഡൻസിനാണ് കൂടുതൽ ബെനിഫിറ്റ് ആവുക. അതായത് +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തേർഡ് ഗ്രൂപ്പ് എടുക്കണോ, വക്കീലാവണോ എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് സാധാരണ ആൾക്കാർ പറയും വക്കീലന്മാർ നുണയന്മാരാണ്. പക്ഷേ എല്ലാ ഫീൽഡിലും നമ്മൾ ചില പാക്സ് അടച്ചു വയ്ക്കാറുണ്ട്, ഫാക്സ് പുറത്തേക്ക് വിടില്ല. അതുപോലെ തന്നെ വക്കീൽ ജോലിയിലും ചില ഫാക്സ് നമ്മുടെ കക്ഷിക്ക് ബെനിഫിറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചില ഫാക്സ് പുറത്ത് വിടില്ല. പിന്നെ ഒരു വക്കീൽ ആവണമെങ്കിൽ നിങ്ങളൊരു പ്രിവിലേജ് ക്ലാസ്സിൽ തന്നെ ജനിക്കണം. കാരണം ഒരു ഫസ്റ്റ് ജനറേഷൻ വക്കീലാവാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ വക്കീലാവാൻ വേണ്ടി ജനിക്കുന്നതെന്ന് പറയുന്നത് തന്നെ പ്രിവിലേജ് ക്ലാസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വക്കീലാവാൻ പോകുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആകെ അബദ്ധത്തിൽ ചാടി പോലാവും. ഒന്ന്, നിങ്ങൾക്ക് ഒരു പ്രസംഗിക്കാനുള്ള പാഠവും വേണം. 2, മെമ്മറി പവർ. 3, ഡിസിഷൻ മേക്കിംഗ് പവർ. ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ഇനി വക്കീലാവാൻ എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പാസ്സായി, ഞാനൊക്കെ ട്രെയിനിങ് ബാച്ചിലുണ്ടായിരുന്നതാണ്. അതായത് ഒരു കൊല്ലം നമ്മൾ ട്രെയിനിങ്ങിന് എന്തായാലും പോയിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കോടതിയിൽ ഉണ്ടായിരുന്നു. കാലത്ത് 12 മണിക്ക് കോടതി കൂടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 2 മണിക്ക് തീരും വരെ. അത് കഴിഞ്ഞ് സാധാരണ കോടതിയിൽ എവിഡൻസൊക്കെ വയ്ക്കുക 2 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് വയ്ക്കുക 2 മണിക്ക് ശേഷമാണ്. അതല്ലെങ്കിൽ 12 മണിയോടുകൂടെയാണ് ആർഗ്യുമെൻ്റൊക്കെ വയ്ക്കുക. അപ്പോൾ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഫസ്റ്റിൽ റോൾ കോൾ വിളിക്കും. കുറേ പെറ്റി കേസുകളുണ്ടാവും. പെറ്റി കേസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ക്രിമിനൽ കോടതിയിലാണെങ്കിൽ. ഇനി വക്കീലാവാൻ ഉദ്ദേശിക്കുന്നവർ ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്ന് ആദ്യം തിരഞ്ഞെടുക്കണം. സിവിലുണ്ട്, ക്രിമിനലുണ്ട്, പേറ്റന്റ് റൈറ്റ്സിൻ്റെ ഉണ്ട്, അതല്ല ഇനി കമ്പനി ലോസ് ഉണ്ട്, അങ്ങനെ ഡിവോഴ്സ് കേസുകൾ, അങ്ങനെ ഒട്ടനവധി സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് വക്കീൽ പണി. പക്ഷേ വക്കീൽ പണിയുടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു 5-6 കൊല്ലം നന്നായി കേസുള്ള ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ കൂടെ നിങ്ങൾ അത് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല, സാലറി കിട്ടില്ല എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് നന്നായി വർക്കുള്ള ഓഫീസിൽ വേണം നിങ്ങൾ ചേരാൻ. വർക്കില്ലാത്ത ഓഫീസിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടില്ല. പിന്നെ 5-6 കൊല്ലത്തിന് നിങ്ങൾക്ക് സാലറി കിട്ടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രിവിലേജ് ക്ലാസ്സിനെ ഇത് ചേരുള്ളൂ എന്ന്. പിന്നെ പലരും വക്കീലായി ജോയിൻ ചെയ്യും, വളരെ സ്റ്റുഡിയസായി പഠിക്കാൻ തയ്യാറാവും, ഒക്കെ ശരി. പക്ഷേ ഫിനാൻസിൻ്റെ അവിടെ വരുമ്പോൾ അവർ പതറും. അപ്പോൾ അവർ ജഡ്ജിമാരുടെ ടെസ്റ്റൊക്കെ എഴുതി അങ്ങനെ കയറി പറ്റാൻ നോക്കും. അപ്പോൾ പ്രോപ്പർ സാലറിയിലായി പോകും. ശരിക്കും ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ജഡ്ജിമാരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വക്കീൽ പണിക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് കൺസിസ്റ്റൻസി വേണം, പുതിയ ലോസ് അറിഞ്ഞിരിക്കണം, ഏത് ഫീൽഡാണ് സ്പെഷ്യലൈസ് ചെയ്യണം ആ ഒരു ഫീൽഡിൽ നമ്മൾ ടോപ്പായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന പൈസയ്ക്ക് ആൾക്കാർ നിങ്ങൾക്ക് കേസ് ഏൽപ്പിക്കാൻ തയ്യാറാവും. പക്ഷേ ഇതിനൊക്കെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. സാധാരണ എന്താ പറ്റുക വെച്ചാൽ ലേഡീസിന്, എസ്പെഷ്യലി ലേഡീസിന് അവരുടെ മാരേജ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്താണ്. അത് മാരേജ്, കുട്ടികളൊക്കെ. അപ്പോൾ വീട്ടുകാർ തീരുമാനിക്കും എന്തിനാ സാലറി ഒന്നും കിട്ടാത്തൊരു ജോലിക്ക് നീ പോകണമെന്നുള്ള. അപ്പോൾ അങ്ങനെ കുറേ സ്ത്രീകൾ വളരെ കൺസിസ്റ്റൻ്റായി പഠിക്കാവുന്നതും, അല്ലെങ്കിൽ അവർക്ക് ഒരു പാഷനും ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ ധൈര്യമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവരതിന് പിന്മാറുന്ന എന്തുവെന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് കുട്ടികളെ കരഞ്ഞു പിടിച്ച് പോകുമ്പോൾ നമുക്ക് നോക്കാൻ ആൾ വേണം, നോക്കാൻ ആൾക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദാരിദ്ര്യമായ സാഹചര്യമാണ് സാധാരണ വക്കീലന്മാർക്ക്. ഒരു 5-6 കൊല്ലം പിടിച്ച് വെക്കണം, എന്നെങ്കിലും നിങ്ങൾക്ക് ലോനെ പറ്റിയിട്ട് പുതിയ നിയമങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാവാൻ പറ്റുള്ളൂ. ഇനി വക്കീലായതിനു ശേഷം നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കണം ക്ലയൻസിനോട് എന്നാണ് ഞാൻ പറയുക. കാരണം പലയിടത്തുനിന്നും കംപ്ലൈൻറ്റുകൾ കേൾക്കാറുണ്ട്. അതായത് സീനിയർ വക്കീൽ ഒട്ടും ഓപ്പണായി സംസാരിക്കാൻ സമയം കൊടുക്കില്ല. അതായത് കേസ് കിട്ടും വരെ അവർ ഭയങ്കര സ്മാർട്ടുകളായിരിക്കും. കേസ് ഏൽപ്പിക്കുമ്പോൾ പറയും നിങ്ങളൊന്നും പഠിക്കണ്ട,
എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന്. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവർ ഇടതരില്ല. അവർക്ക് ഒരുപാട് കേസുണ്ട്, അത് ഓക്കെ. പക്ഷേ കക്ഷികളായിട്ട് എന്താ ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ഒരു ഭാഗം ഓഫീസിലും ക്ലർക്കുമാരാണ് പിന്നെ കക്ഷികളായിട്ട് ഡീൽ ചെയ്യാറ്. സീനിയർ വക്കീലന്മാർ പുതിയ പുതിയ കേസ് പിടിക്കാനേ ശ്രമിക്കാറുള്ളൂ. പിന്നെ സീനിയർ വക്കീലാവണമെങ്കിൽ തന്നെ നല്ലൊരു കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ലോനെക്കുറിച്ച് അറിയണം. ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്, കാരണം യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്നുമല്ല, AI ഡിപ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ കോടതിയിൽ ചില സർട്ടൻ മാനേഴ്സ് ഉണ്ട്. ആ ഒരു പ്രൊസീജിയറൽ മാനേഴ്സിലൂടെ മാത്രമേ കോടതിയിലൂടെ കേസുകൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്നൊരു LLB പാസ്സായി വരുന്നൊരു കുട്ടിക്ക് അറിയണ്ടാവില്ല. പിന്നെ കേസുകൾ നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം. ചില ജഡ്ജസിൻ്റെ അടുത്ത് നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയി നിൽക്കുക, ചില ജഡ്ജസിൻ്റെ അടുത്ത് വളരെ വിനയമായിട്ട് നിൽക്കണം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ജഡ്ജസ്. ചിലർക്ക് സ്ട്രോങ് ആയി നിൽക്കുന്നവരെ ഇഷ്ടമല്ല, ചിലർക്ക് വല്ലാത്ത താഴ്ന്നു കേണ് പറയുന്നവരെയും ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ മൂഡ് എന്താണെന്നനുസരിച്ചിട്ട് നമ്മൾ ആക്കണം. പിന്നെ കുറേ കേസുകൾ വൈകിക്കുന്ന ഒരു പക്ഷേ നമുക്ക് ലോയേഴ്സിനെ തന്നെ കുറ്റം പറയേണ്ടി വരും. കാരണം വെച്ചാൽ സമയാസമയങ്ങളിൽ പേപ്പേഴ്സ് നീക്കില്ല. സപ്പോസ് ഒരു കൗണ്ടർ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സിവിൽ മാറ്റേഴ്സിലാണെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൗണ്ടറൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ നേരം വൈകിക്കും. പിന്നെ ക്രിമിനൽ കേസ് കുറച്ചും കൂടെ ഫാസ്റ്റായി നീങ്ങാറുണ്ട്. പക്ഷേ പിന്നെ ലാർജ് നമ്പർ ഓഫ് കേസസാണ്, കുറച്ചൊന്നുമല്ല. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 3-4 കൊല്ലം ചുമ്മാ ഇപ്പം ഇങ്ങനെ റോൾ കോൾ വിളിച്ച് അയാൾ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്ത് ഇയാൾ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്ത് പോവും. ഇത് പെറ്റീഷണറുണ്ടാ റെസ്പോണ്ടൻ്റാ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ട് റോൾ കോൾ വിളിച്ച് വെറുതെ നീക്കി വെക്കും. അപ്പോൾ അതിനൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് ഇത്ര ടൈം പീരീഡിനുള്ളിൽ നടത്തി തരണം എന്നുള്ളത് നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടും. അത് ലോവർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പെസിഫൈഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കേസ് നടത്തി കിട്ടും. സിവിൽ മാറ്റേഴ്സാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സ് കേസാണ് ഞാൻ പറയണത്. പിന്നെ കൂടുതലും കേസ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ മീഡിയേഷനിൽ കാര്യങ്ങൾ നീക്കണം ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു സിവിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത്, അതായത് ഞാൻ 69 തുടങ്ങിയ കേസ് 95 എവിടെ എത്താത്ത കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സിവിൽ മാറ്റേഴ്സ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ആണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആധാരങ്ങൾ ഇപ്പോഴും എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ മലയാളം ആധാരങ്ങൾ വായിച്ച് പഠിക്കേണ്ടി വരും. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. കാരണം ഞാൻ ആദ്യം പോയത് ഒരു ക്രിമിനൽ ലോയറിൻ്റെ കൂടെയാണ്, പക്ഷേ മൂപ്പർക്ക് കുറേ ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ആധാരങ്ങൾ നമ്മൾ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആധാരങ്ങൾ വായിച്ച് അതിൻ്റെ കറക്റ്റ് എന്താണ്, ആർക്കാണ് അതിൻ്റെ പ്രോപ്പർട്ടി ശരിക്കും ഉള്ളത്, അല്ലെങ്കിൽ വേറെ ലീഗൽ ഹെയർസ് ഉണ്ടോ എന്നൊക്കെ ഒരു ബാങ്കിന് വേണ്ടിയിട്ട് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പഴയ രീതിയിലുള്ള ലിപികളൊക്കെ പഠിച്ചത്. പിന്നെ അവിടെ തന്നെ ഒത്തിരി പെറ്റി കേസ് വരും എന്ന് പറഞ്ഞില്ലേ, അത് മോട്ടോർ വെഹിക്കിൾ, ഇപ്പോൾ വേറെ സെക്ഷനാണത്. മറ്റേ മജിസ്ട്രേറ്റ് കോടതിയിലല്ല വരുന്നത്, അതിന് വേറെ കോടതിയൊക്കെ തന്നെ ഉണ്ട്. MACT കേസുകളാണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അങ്ങനെ പിന്നെ ഒരു കേസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് വക്കീലിനെയാണ് സമീപിക്കേണ്ടതെന്ന് 1-2 പേരോട് ചോദിക്കണം. അല്ലാതെ ഓടിച്ചെന്ന് ഏതെങ്കിലും വക്കീൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് നമ്മൾ അയാളുടെ വെറും സംസാരം മാത്രം കേട്ടിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പാളിപ്പോവും. കാരണം ചിലർക്ക് യൂട്യൂബിൽ സംസാരിക്കാൻ നല്ല മിടുക്കായിരിക്കും, പക്ഷേ കേസ് നടത്തുന്നിടത്ത് അവർ 7 അയലത്ത് ഉണ്ടാവില്ല. ജൂനിയേഴ്സ് വെച്ച് കളിക്കും കുറേ കാലം. അത് കഴിഞ്ഞ് റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഒരു വക്കീലിൻ്റെ നിന്ന് വേറെ വക്കീലിൻ്റെ അടുത്തേക്ക് ഈ കേസ് വരണമെങ്കിൽ NOC വേണം, ആദ്യത്തെ വക്കീലിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ കുറേ പ്രൊസീജിയറൽ മാറ്റേഴ്സ് ഉണ്ട് ഒരു വക്കീലാകുമ്പോൾ പഠിക്കേണ്ടത്. അതിന് 5-6 കൊല്ലം നിങ്ങൾ എന്തായാലും ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും സീനിയറിൻ്റെ കൂടെ സ്ഥിരമായിട്ട് കോടതിയിൽ പോയി, കോടതി പോണേക്കാൾ കൂടുതൽ വർക്ക് ഓഫീസിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ കുറേയൊക്കെ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷിലാണ് വർക്ക് നടക്കാറ്. എന്തായാലും ഒരു എലിവേറ്റഡ് ലാംഗ്വേജാണ് എപ്പോഴും കോടതികളിൽ ഉപയോഗിക്കാറ്.
പിന്നെ